നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ വന്ന് ഇങ്ങനെ കുറ്റി അടിച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ നെട്ടയത്തായിരുന്നു കേട്ടോ. നെട്ടയത്തിന് രാവിലെ വേദയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വീണ്ടും നെട്ടയത്ത് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് വേദയ്ക്ക് ഇന്ന് 12:30 വരെ ക്ലാസ് ഉള്ളൂ എന്ന് ഞാൻ അറിയുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പൈങ്കുന്നി മഹോത്സവത്തിനോടനുബന്ധിച്ചെന്തോ ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. മെസ്സേജ് വന്നു, ഞാൻ കണ്ടില്ല. വേദ ഇങ്ങനെ ഓട്ടോയിൽ പോകാൻ അമ്മൂൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് അമ്മൂൻ്റെ അപ്പച്ചനൊക്കെ ചോദിച്ചു ഉച്ചവരെയല്ലേ ഉള്ളൂ എന്ന്. അപ്പോഴും വേദനയോട് ചോദിച്ചു, അമ്മ ഉച്ചവരെ ക്ലാസ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. ഉച്ചയ്ക്ക് കഴിക്കാൻ ഇഡ്ഡലി സാമ്പാറും ഒക്കെ കൊണ്ടുപോവുകയാണ് ചെയ്ത്. അമ്മ രാവിലെ എല്ലാം റെഡിയാക്കി, പക്ഷേ അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ വന്ന ഉടനെ നെട്ടയത്ത് പോകാനായിട്ട് നിന്നതാണ്. അപ്പോൾ വേദയ്ക്ക് ഉച്ചവരെ ഉള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കരുതി വേദയും വിളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ദേ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് ഒരാളുണ്ട് കേട്ടോ, കേബിളും വൈഫൈ കണക്ഷനും തരുന്ന ഒരാൾ. കേബിള് ഡെന്നിൻ്റെയും വൈഫൈ ഷൈനിൻ്റെ കേട്ടോ. പുള്ളിക്കാരൻ ഒരു ആവശ്യത്തിന് വിളിച്ചാൽ വരത്തില്ല. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ IPL കാണാൻ നേരം കേബിൾ കാണില്ല. ഞാനങ്ങനെ TV കാണില്ല, ഫോണിലാട്ടോ പരിപാടി. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ആണെങ്കിൽ കൂടിയും എനിക്ക് ഫോണിൽ കാണുന്ന സുഖം എനിക്ക് വേറെ ഒന്നിനും കിട്ടത്തില്ല. ഏട്ടന് IPL കാണാൻ സമയം കേബിൾ ഉണ്ടാവില്ല. നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെ ഇരിക്കുന്ന കാര്യമല്ലേ. വിളിച്ച അങ്ങേര് ഭയങ്കര ദേഷ്യം കേട്ടോ. നമ്മൾ ചുമ്മാ എന്തോ ചെയ്യുന്നതൊക്കെയാണ് അങ്ങേരുടെ ഭാവം. 3 ദിവസമായിട്ട് വൈകുന്നേരമായ വൈഫൈ ഉണ്ടാവില്ല. വൈകിട്ട് വിളിച്ചാൽ അങ്ങേര് വരില്ല. വൈഫൈ ഉള്ള സമയം വിളിച്ച് വന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാനാണ്. എനിക്കെൻ്റെ ദേഷ്യം വന്നിട്ട് അങ്ങനെ വർത്തമാനം കൂടി കേട്ടോ. അല്ലെങ്കിൽ ഒരു സൗമ്യമായിട്ടുള്ള വർത്തമാനം വേണം, അതുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, എന്തിനാണ് വെറുതെ ഞാനും അങ്ങേരും കൂടെ കേബിളും വൈഫൈയും എടുത്ത് അന്ന് മുതൽ വഴക്കാണ്. പിന്നെ അതിനെ മാറ്റി എടുത്ത് പിടിക്കേണ്ടെന്ന് കരുതിയാണ്. അങ്ങനെ പോട്ടെ എന്ന് കരുതിയപ്പം ഒരു അഡ്ജസ്റ്റ്മെൻറ്റും പുള്ളി തയ്യാറല്ല. അപ്പോൾ പിന്നെ ഞാൻ കരുതി എന്തായാലും കേബിൾ മാറ്റി വയ്ക്കാന്ന് കരുതി അങ്ങനെ എയർടെലിൻ്റെ കണക്ഷൻ കൊടുത്തു കേട്ടോ. അങ്ങനെ അതിനും ആൾ വന്ന് കറക്റ്റ് വേദ വന്നതും അതിൻ്റെ എല്ലാം പരിപാടി കഴിഞ്ഞ് നേരെ തിരിച്ച് വീണ്ടും നെട്ടയത്ത് വന്നപ്പോൾ ചീമയ്ക്ക് കുറച്ച് ഡ്രസ്സുകൾ അയച്ച് തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതുകൂടി എടുത്ത് വെച്ചു. പിന്നെ ഞാൻ നമ്മുടെ ലക്കടിപ്പട്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാറ്റേൺ ചുരിദാർ മെറ്റീരിയലില്ലേ, അതിലൊരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചീമയുടെ 5-ാം മാസത്തിന് സ്റ്റിച്ച് ചെയ്തിടാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നപ്പോൾ ഞാൻ കരുതി 5-ാം മാസത്തിന് ഇവിടെ വീട്ടിൽ തന്നെയല്ലോ, നമ്മൾ അങ്ങോട്ട് പോകുകയൊന്നുമില്ല, അവരിങ്ങോട്ട് വരികയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ കരുതി ഒരു ടോപ്പ് എന്തെങ്കിലും വാങ്ങാം, 7-ാം മാസത്തിന് പോകുമ്പോൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവന്ന സാധനം അവിടെ അങ്ങനെ ഞാൻ വച്ചു കേട്ടോ. സ്റ്റിച്ച് ചെയ്തില്ല. ശരിക്കും സ്റ്റിച്ച് ചെയ്തിടാമെന്ന് പറഞ്ഞാണ് വന്നത്. നല്ല ഒരു മെറ്റീരിയലാട്ടോ. അപ്പോൾ അതിൻ്റെ ഈ ഒരു പീസും വേറൊരു അതേപോലത്തെ ഒരു പർപ്പിൾ ഷെയ്ഡുമാണ് ഉള്ളത്. അപ്പോൾ ഞാൻ കരുതി അതിലൊരെണ്ണം എന്തായാലും സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി ഞാൻ കരുതി ചുരിദാർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്നതിനെക്കാട്ടി ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറയാൻ കൊണ്ടുവന്നത്. പിന്നെ അങ്ങ് മടിച്ചു. എന്തോ എനിക്കത് കണ്ടപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ തോന്നുന്നില്ല സത്യമായിട്ട് പറഞ്ഞാൽ. 7th മന്ത് സെറിമണിയിൽ ഇടാം എന്ന് കരുതി അങ്ങനെ മാറ്റി വെച്ചിരിക്കുക കേട്ടോ. എന്നിട്ട് വീട്ടിൽ വന്നപ്പോഴേക്ക് ചോറും മഷ്റൂമും ചിക്കൻ ഫ്രൈയും, മഷ്റൂം മെഴുക്ക് വരട്ടി, ചിക്കൻ ഫ്രൈ, പിന്നെ എന്താണ് സാമ്പാറോ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷെ വന്നപ്പോൾ കയ്യിൽ നിന്ന് പോയി. ചോറും മഷ്റൂം മെഴുക്ക് വരട്ടിയും ചിക്കൻ ഫ്രൈയും കൂടെ കൂട്ടി കഴിക്കുകയാണേ. എനിക്ക് ക്യാമറാമാൻ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് സമയം അമ്മയെ ഏൽപ്പിച്ചു ക്യാമറ. അപ്പം അമ്മയ്ക്ക് പറ്റുന്നില്ല. അമ്മയ്ക്ക് കാര്യം പറയണ്ടേ. അപ്പോൾ പിന്നെ ക്യാമറ നോക്കാൻ എവിടെ സമയം. പിന്നെ അച്ഛൻ പറഞ്ഞു ഇങ്ങോട്ട് എടുക്കാൻ, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു. കുറച്ച് അച്ഛൻ എടുത്തു തന്നെ. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാനൊരു കമൻറ്റ് കണ്ടു, ശ്രീകുട്ടി ഇപ്പോൾ യൂട്യൂബ് ഉപയോഗിക്കാൻ പഠിച്ചു. കഴിഞ്ഞ ദിവസം കേക്ക് കൊണ്ടുവന്നിട്ട് കൊള്ളൂല എന്ന് പറഞ്ഞപ്പോൾ പകരം കേക്ക് കിട്ടി. ഇപ്പോൾ വേഫൽസ് കഴിക്കാൻ കയറിയിട്ട് കൊള്ളില്ല ഓഫർ കിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ പകരം തരുമെന്ന് പറഞ്ഞിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നതെന്നും പറഞ്ഞ് ഒരാൾ കമൻറ്റ് ഇട്ടു. ശ്രീകുട്ടിക്ക് കഴിക്കുന്ന കാര്യത്തിൽ അങ്ങനെ ഒരു ഇതുമില്ല കേട്ടോ. എത്ര കാശ് മുടക്കിയും പലതരം ഫുഡ് ട്രൈ ചെയ്യാനും ശ്രീകുട്ടിക്ക് ഒരു മടിയില്ല എന്നുള്ളത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. നാളെ ഈ കമൻ്റ് ഇട്ടവരൊക്കെ ചെന്ന് അവിടെ കഴിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു അവസ്ഥ വരരുത് എന്ന് കരുതിയാണ് ഞാൻ ഇത് പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഇതിട്ടുകൊണ്ട് എനിക്ക് വലിയ ഇതായിട്ടൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു 500 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയെന്നും പറഞ്ഞ് അതും കഴിക്കുന്നതിന് പോയെന്ന് പറഞ്ഞ് എനിക്ക് ഒരു വിഷമവും ഇല്ല കേട്ടോ. ഫ്രീ ആയിട്ട് കിട്ടിയാൽ ഞാൻ വാങ്ങും. നിങ്ങളാരും വാങ്ങത്തില്ലേ? ഞാൻ വാങ്ങും. എനിക്കങ്ങനെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് ഒരു കുറച്ചിലോ നാണക്കേടോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ ഈ കമൻ്റ് ഇടുന്നവർ വേണമെങ്കിൽ സ്വീകരിക്കുക, വേണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട. നിങ്ങൾക്ക് ആ ഓഫർ വേണ്ട എന്നാണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ നിങ്ങൾ അവിടെ ചെന്നിട്ട് ഓഫർ ചോദിക്കാൻ പോകണ്ട. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഈ കമൻ്റ് ഇട്ടവരാരും ഇതിൻ്റെ തിണ്ണേ പോലും കയറാത്തവരാണെന്നും എനിക്ക് മനസ്സിലായി കേട്ടോ. അത് വിട്ടേക്കും. അവസാനം ഫുഡെല്ലാം കഴിച്ചു. ഒരു ഇഡ്ഡലി സാമ്പാറും കൊണ്ട് കഴിച്ചു കേട്ടോ. അങ്ങനെ കുറേ സമയം ഇരുന്നപ്പോഴേക്കും ചായ കുടിക്കാനുള്ള സമയം
സമയമായി. അമ്മ കലിപ്പ് മൂഡ് ഓൺ ചെയ്തു കേട്ടോ. അമ്മയെ സഹായിക്കാൻ ഒരാളുമില്ല, അറ്റ്ലീസ്റ്റ് ആ ചായ പോലും എടുത്തുകൊണ്ട് പോകാനില്ല, ഇരിക്കുന്നിടത്ത് ആ ചായ കൊണ്ട് തരണം എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിതെല്ലാം കേട്ടിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ പറയാം അമ്മയൊന്ന് സഹായിച്ചുകൂടെ? അത് സത്യസന്ധമായ കാര്യം കേട്ടോ. അമ്മയൊന്ന് സഹായിച്ചുകൂടെ, എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ വന്നാൽ അതിന് തോന്നത്തില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ചെയ്യാത്ത ജോലികളൊന്നുമില്ല, പക്ഷേ ഇവിടെ വന്നാൽ ഫുൾ റെസ്റ്റ്. അച്ഛൻ വീഡിയോയ്ക്ക് സെറ്റായിരിക്കുന്നതൊക്കെ തലയിൽ മുടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ തൊപ്പി ഈ വക സാധനങ്ങളൊക്കെ എടുത്ത് തലയിലും കെട്ടി തൊപ്പിയൊക്കെ വെച്ചിങ്ങനെ നടക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അച്ഛൻ തൊപ്പി വെക്കാണ്ടിരുന്ന എന്ത് ഭംഗിയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. തൊപ്പി വെച്ചാൽ എന്ത് വൃത്തികേടാണെന്നുള്ളതും കമൻറ്റ് ചെയ്യുക. ചായക്ക് കഴിക്കാനായിട്ട് ഇതേ ഒരു പാത്രം സാധനം കൊണ്ടുവരികയാണ്. ഇത് ഇന്നലെ കുറച്ച് വേദികയുടെ അമ്മ കൊണ്ടുവന്ന സാധനമൊക്കെ കേട്ടോ. അതിൽ മുറുക്കും ബിസ്ക്കറ്റും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്ത് വേണോ എടുത്ത് കഴിക്കാൻ, അച്ചപ്പമുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അല്ലാതെ ഇവിടെ വീട്ടിൽ ഇരുന്ന അവിടെ എന്തെന്നൊക്കെ കുറേ സാധനങ്ങളുണ്ട്. എന്ത് വേണോ ഇഷ്ടമുള്ളത് കഴിക്കാം. അപ്പോൾ ഈ മുറുക്കൊന്ന് കടിച്ച്, മറ്റേ വലിയ വട്ടത്തിനുള്ള മുറുക്കില്ല, ആ മുറുക്കും ഒന്ന് കടിച്ച് ഒരു പ്രാവശ്യം ചായയും കൂടി കുടിച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ചായയും മുറുക്കും, മിക്സ്ചറും കട്ടൻ ചായയും അല്ലെങ്കിൽ ചായ, അങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷൻ സ്നാക്സ് ഐറ്റംസിൽ കഴിക്കാൻ അത് നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ഇതേ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അമ്മ ആ കലിപ്പ് മൂഡിനെ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. എങ്കിലും അപ്പോഴപ്പോഴും ആ കലിപ്പ് മൂഡ് ഓണാവും കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് കാണുമ്പോൾ അമ്മ പെട്ടെന്ന് ഏതോ സിനിമയിലെ നമ്മുടെ ഫഹദ് ഫാസിൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ വീഡിയോ കാണുമ്പോൾ മാന്യനാവില്ല, അതുപോലെയാണ് എല്ലാവരും വീഡിയോ എടുക്കണമെന്ന് കാണുമ്പോൾ പെട്ടെന്ന് മാന്യരാകും കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വേദയ്ക്ക് ട്യൂഷനുണ്ട്. വേദ ട്യൂഷനാക്കാൻ ഞാൻ പോയായിരുന്നു. വേദ ഇന്ന് ബർഗറിൻ്റെ സാധനമൊക്കെ കൊണ്ടാണ് വന്നത് കേട്ടോ. വേദയുടെ ബർഗർ വീഡിയോ നല്ല ഫേമസ് ആയിട്ടോ. നല്ല വ്യൂ ഒക്കെ ഉണ്ട് യൂട്യൂബിലൊക്കെ. 10K വ്യൂ ഉണ്ട് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അവൾ നന്നായിട്ട് ചെയ്ത് നല്ല ബർഗറായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്തൊരു കളി നമുക്കൊന്നും ഉണ്ടാക്കി തരാത്തതെന്ന് പറഞ്ഞപ്പോൾ ബർഗറിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് സാധനം, സോസ് ഇവിടെ ഉണ്ടായിരുന്നില്ല, സോസൊക്കെ ഇങ്ങെടുത്തോണ്ട് വന്നു. സോസ് എന്ന് പറഞ്ഞാൽ മറ്റേ മേയോ ഇതില്ലേ, അതിൻ്റെ സോസ്. ഇവിടെ അങ്ങനെ ആരും അതൊന്നും ഉണ്ടാക്കി കഴിക്കാറില്ലല്ലോ. അങ്ങനെ കെച്ചപ്പൊക്കെ ഇവിടെ ഇരുന്നു. ബാക്കി സോസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ബാക്കി വേണമെന്നുള്ള ബണ്ണും കാര്യങ്ങളൊക്കെ വേദന വിട്ടിട്ട് വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് വന്നേ. എന്നിട്ട് പിന്നെ ഐസ്ക്രീം എന്തോ ഐസ്ക്രീം വാങ്ങിച്ചു. അത് നമുക്ക് 3 പേർക്ക് കൂടെ കഴിക്കാനെന്ന് പറഞ്ഞ് ഐസ്ക്രീമും വാങ്ങിച്ചു. ചീസ് പിന്നെ അതിൽ വെക്കേണ്ട വെജീസ് കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാനൊരു റെഡ് വെൽവെറ്റ് ഐസ്ക്രീം വാങ്ങി. ചീമയ്ക്കും അമ്മയ്ക്കും അച്ഛനും മറ്റേ ടെൻഡർ കോക്കനട്ട് മതി എന്ന് പറഞ്ഞിട്ട് അതും വാങ്ങി. എൻ്റെ ഡയറ്റൊക്കെ ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഇവിടെ വന്നാൽ എൻ്റെ ഡയറ്റ്, അവിടുത്തെ വീട്ടിലാണെങ്കിൽ ഞാൻ പക്ക പോവും. വേറെ എവിടെയെങ്കിലും പോയാൽ എൻ്റെ ഡയറ്റ് തെറ്റും. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഫങ്ഷൻ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും യാത്രകൾ വരും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എൻ്റെ ഡയറ്റ് അങ്ങനെ അങ്ങ് പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നാളെ ഒരു യാത്രയുണ്ട്. ഇങ്ങോട്ടേക്ക് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ അങ്ങനെ ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ടിരുന്നപ്പോഴേക്കും കൊതുകെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോ ഇതൊരു കൊതുക്. ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡിലും ഒരു കാടുണ്ട്, നമ്മുടെ നെട്ടയം വീടിൻ്റെ ഫ്രണ്ട് സൈഡിലും ഒരു കാടുണ്ട് കേട്ടോ. എവിടെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, കാട് വെട്ടത്തുമില്ല, അവർക്കൊരു ഇതുമില്ല കേട്ടോ. അവിടെ നിന്ന് ഇല്ലാത്ത കൊതുകുകളൊന്നുമില്ല. അപ്പോൾ ചീമയ്ക്ക് കൊതുക് തിരിയൊക്കെ കത്തിച്ച് വെച്ചാൽ അതിൻ്റെ സ്മെല്ലിങ്ങനെ അടിക്കണ്ടെന്ന് കരുതിയിട്ട് ബാറ്റൊക്കെ വാങ്ങിച്ചപ്പോൾ ബാറ്റ് കൊണ്ടാണ് കൊതുകിനെ കൊല്ലുന്നത്. എവിടെ കൊതുക് ഒരു വഴി കൂടെ പോകും, ബാറ്റ് വേറൊരു വഴി കൂടെ ഇരിക്കും. കടിക്കേണ്ട കൊതുകുകളെല്ലാം നമ്മളെ കടിച്ച് കഴിഞ്ഞിട്ട് ആ ബാറ്റ് കൊണ്ട് അടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അമ്മ ഐസ്ക്രീമിൻ്റെ അടപ്പ് നിൽക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടായിരുന്നു. അത് നമ്മളെല്ലാവരും ചെയ്യുമല്ലേ. ഇപ്പം ഞാൻ ചെയ്യില്ല, പണ്ടൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ചെറിയ കപ്പ് ഐസ്ക്രീമൊക്കെ അതിൻ്റെ ആകെ കിട്ടുന്നത് മറ്റേ 10 രൂപയുടെ ഐസ്ക്രീം ഉണ്ടല്ലോ, അത്രേ ഉണ്ടാവുള്ളൂ. അതിൽ പകുതിയും ആ കവറിലായിരിക്കും ഇരിക്കുന്നത്. പിന്നെ കവറോട് നക്കിയെടുക്കും. ഇപ്പോൾ പിന്നെ അങ്ങനത്തെ ഐസ്ക്രീമൊന്നും വാങ്ങാറില്ല. വലിയ വലിയ ഐസ്ക്രീമൊക്കെ വാങ്ങുന്നത് കൊണ്ടും കോണൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ അങ്ങനെ നക്കാറില്ല കേട്ടോ. ഇന്നിപ്പോൾ അമ്മ നക്കിക്കൊണ്ടിരിക്കുകയാണ്. ചീമ കുറച്ച് നക്കാൻ കാരണം ചീമ മുകളിലുള്ള കുറച്ച് ഭാഗം സ്പൂണിലെടുത്തിട്ട് ആ അടപ്പിലിങ്ങനെ മാറ്റി വെച്ചു. അപ്പോൾ അതിനെടുത്ത് നക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ മാറ്റി ഞാൻ പറയാം കുഴപ്പമില്ല, നക്ക് കുഴപ്പമില്ല, നമ്മളൊക്കെ സാധാരണക്കാരല്ല, എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയല്ലോ, കാണട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവശ്യത്തോടെ അമ്മ അടപ്പ് നക്കിയത് കേട്ടോ. എല്ലാവരും മാറിയും തിരിഞ്ഞുമാണ് കൊതുകിനെ അടിക്കുന്നത്. പക്ഷെ ഞാനൊരൊറ്റ കൊതുകിനെ പോലും അതിനകത്ത് പിടിക്കത്തില്ല കേട്ടോ. എനിക്ക് കിട്ടത്തില്ല. ബാക്കി ആരുടെ കയ്യിലിരുന്നാലും ടക്ക് 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 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശബ്ദം കേൾക്കും. ഇത് ഞാൻ വയ്ക്കുമ്പോൾ മാത്രം ഒരു ശബ്ദവും കേൾക്കുന്നില്ല. മിക്കവാറുമുള്ള കൊതുക് എല്ലാം ദേഹത്തായിരിക്കും വന്നിരിക്കുന്നത്. ദേഹത്ത് വെച്ച് പിടിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ഷോക്ക് പോലെ വരും കേട്ടോ.
അങ്ങനെ അമ്മ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അമ്മയായിട്ട് ഇങ്ങനെ വട്ടാക്കുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. എൻ്റെ ദേഹത്തെങ്ങാനും കൊണ്ടാൽ നീ വിവരം അറിയും എന്നാണ് അമ്മ പറയുന്നത്. അതിന് തിരിച്ച് ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത മാസം നമ്മുടെ ചീമയുടെ 5-ാം മാസം ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊതുകിനെയൊക്കെ അടിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും വേദയെ വിളിക്കാൻ സമയമായി. ഞാൻ പോയി വേദയെ വിളിച്ചിട്ട് വന്നപ്പോഴേക്കും ഇന്നത്തെ ഡിന്നർ ഇതൊക്കെ തന്നെ കേട്ടോ. ആപ്പിളും ക്യുക്കുംബറും ക്യാരറ്റും ഒക്കെ അതേ അമ്മ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദ ബർഗർ ഉണ്ടാക്കാൻ കയറി. ബർഗറും വേറൊന്നും പിന്നെ രാത്രി ആർക്കും വേണ്ട. ബർഗർ കഴിച്ചപ്പോൾ എല്ലാവർക്കും വയറ് നിറഞ്ഞു. ബർഗർ വേദ ഉണ്ടാക്കുമെങ്കിലും ഈ വറുത്ത് കോരേണ്ട സാധനങ്ങൾ, അവൾക്ക് ബർഗറിനകത്തൊക്കെ ഫ്രൈസ് ഇങ്ങനെ വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫ്രൈസും ഈ പാറ്റിയൊക്കെ വറുക്കുന്നത് ഞാൻ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ചീമ ഹെൽപ്പ് ചെയ്യാനായിട്ട് കയറിയതാട്ടോ. അത് അവളെ എണ്ണയിൽ ഉള്ള കളി, ഗ്യാസ് സ്റ്റൗ ഒക്കെ കത്തിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും, പക്ഷേ എണ്ണയിലുള്ള കളിയിൽ ഞാൻ കൊടുക്കാറില്ല. അത് കുറച്ച് ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ്. ഈ ഫ്രൈസൊക്കെ നല്ല എണ്ണയിലൊക്കെ മുക്കി പൊരിക്കുമ്പോൾ ദേഹത്തൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് കരുതി. ഇപ്പോഴാട്ടോ ശരിക്കും പറഞ്ഞ ഒരു വർഷം കൊണ്ടാണ് ഞാൻ വേദയെ കിച്ചണിലിട്ടൊക്കെ കയറ്റുന്നത്. അതുവരെ ഞാൻ കയറ്റത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ കരുതി ഇനിയിപ്പോൾ കുറച്ചൊക്കെ എല്ലാമൊക്കെ പഠിക്കണം. അതിപ്പോൾ ഗേൾ ചൈൽഡായാലും ബോയ് ആയാലും നമ്മൾ കുറേശ്ശെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കണം. അതിപ്പോൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് നമ്മുടെ കാര്യം ചെയ്യാം. അപ്പോൾ അമ്മ ഇതൊക്കെ ചെയ്യണുണ്ട്. അപ്പോൾ വേദയോട് പറയായിരുന്നു, അപ്പം നിനക്ക് ആരും ചെയ്തു തരാനില്ലെങ്കിലും നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാനൊക്കെ പഠിച്ചില്ലേടി ഈ കള്ളിയെന്ന്. അതാണ് സത്യം. അപ്പം ഞാനൊന്ന് വയ്യാതെ കിടന്നു പോയി. നമ്മുടെ വീട്ടിൽ ഞാനും ഏട്ടനും വേദയും മാത്രമേ ഉള്ളൂ. ഏട്ടനാണെങ്കിൽ ഒരു വകയ്ക്ക് അറിയില്ല കേട്ടോ. പക്ഷെ പാവമെങ്കിലും ചെയ്യാൻ ശ്രമിക്കും, അറിയില്ല എങ്കിലും. അപ്പം ഞാൻ എന്തെങ്കിലും പറ്റി ഒന്ന് എണീക്കാൻ വയ്യാണ്ട് കിടക്കുകയാണെങ്കിൽ വേദയ്ക്ക് ക്യുക്കായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ അവൾ അച്ഛനൊന്ന് ചെയ്ത് കൊടുക്കണമെങ്കിൽ 2 പേർക്കുള്ള കാര്യം ഇപ്പോൾ ഒരു ബർഗറൊക്കെ കഴിച്ച് അത്യാവശ്യം വയറൊക്കെ നിറയും. ഒരു ബർഗർ ഉണ്ടാക്കാനോ മാഗി ഉണ്ടാക്കാനറിയാം, ദോശ ചുടാനറിയാം, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ പഠിച്ച് വെച്ചിരുന്നാൽ അവൾക്ക് ഇങ്ങനൊരു അവളാരും ഡിപ്പെൻഡ് ചെയ്യാണ്ട് അവളുടെ കാര്യം ചില സന്ദർഭങ്ങളിൽ ചെയ്യാം, അത്രയേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ളവർക്ക് കുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പഠിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. എനിക്ക് അതിനോട് ഇഷ്ടമല്ല. അതുപോലെ ഞാൻ സ്വർണം വാങ്ങിയപ്പോഴും പറഞ്ഞു, വേദയ്ക്ക് സ്ത്രീധനം കൊടുത്തുള്ള കല്യാണം സ്ത്രീധനമായിട്ട് ഞാൻ കൊടുക്കുകയില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് എന്നുള്ള നിലയിലാണ് കൊടുക്കാമെന്ന് ഗോൾഡ് വാങ്ങുന്നത്. അപ്പം നമ്മൾ എത്ര കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാലും കുറച്ചെങ്കിലും കൊടുക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കരുതി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വേദയ്ക്കൊരു ഗിഫ്റ്റായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന, ഞാനിപ്പോൾ എൻ്റെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ ഞാനെന്ന് പറഞ്ഞു. കമ്മൽ, മാല, വള, ഇതൊക്കെ എല്ലാം നടക്കണമെന്നില്ല. ആ സമയത്ത് എന്താണോ നടക്കുന്നത് ഉള്ളത് കൊടുക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്കുള്ളതെല്ലാം വേദയ്ക്കുള്ളതും തന്നെയാണ്. അതിൽ പിന്നെ ഒരു കൺഫ്യൂഷനോ ടെൻഷനോ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടിയെ വളർത്തുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി. നമ്മൾ ഇൻഡിപെൻഡൻ്റായി നമ്മൾ സ്വന്തമായിട്ടൊരു കാശുണ്ടാക്കി 10 പൈസ ഉണ്ടാക്കി നമ്മൾ നമ്മുടേതായ കാലിൽ നിന്ന ശേഷം മാത്രം ഒരു കല്യാണത്തെ പറ്റി വേദയെന്നല്ല എല്ലാവരോടും, ഇപ്പോഴുള്ള എല്ലാ കുട്ടികളോടും പറയാണ്, കല്യാണം കഴിക്കുക. ഈ പറഞ്ഞതുപോലെ സ്ത്രീധനം ചോദിക്കുന്നിടത്ത് കെട്ടിച്ച് കൊടുക്കാണ്ട് നമ്മളെ കൊണ്ട് ഉള്ള സാധനം അവളുടെ പേരിൽ, ഇപ്പോൾ ക്യാഷായിട്ടുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ സ്വർണ്ണമായിട്ട് കൊടുക്കുക, അത് അവളുടെ കയ്യിൽ സൂക്ഷിക്കാനായിട്ട് കൊടുക്കുക. അല്ലാതെ ഭർത്താവിനൊന്നും പറഞ്ഞ് കൊടുക്കരുത്. ഇപ്പോൾ എന്ത് കൊടുത്താലും അവൾക്കായിട്ട്, അല്ലാതെ സ്ത്രീധന പരിപാടിയുമില്ല. അങ്ങനെ ചോദിച്ച് വരുന്നവർക്ക് കുട്ടികളെ കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ. ഇപ്പോഴത്തെ കാലത്തൊന്നും അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് വാർത്തകളും മറ്റും കേൾക്കുന്നതല്ലേ. അങ്ങനെ ഉള്ളതുകൊണ്ട് ഇല്ലാത്തതും ഉണ്ടാവാം. അപ്പോൾ ഇല്ലാത്തത് നോക്കി നമ്മൾ കെട്ടിച്ചു കൊടുക്കുക, അവർ സന്തോഷത്തോടെ സുഖത്തോടെ ജീവിക്കുക. ആൺകുട്ടിയായാലും ഇതുപോലെയൊക്കെ കുഞ്ഞു കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ആൺ പെൺ ഭേദമില്ലാതെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോഴൊക്കെ ഞാൻ ഒരുപാട് റീൽസിലൊക്കെ കാണും ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ കയറി കുക്ക് ചെയ്യുന്നതും മറ്റും. പക്ഷേ എൻ്റെ ഏട്ടന് ഇതൊന്നും അറിയില്ല കേട്ടോ. ആൺകുട്ടിയാന്ന് പറഞ്ഞാൽ അമ്മയൊന്നും പഠിപ്പിച്ചില്ല. പക്ഷെ പാവം ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. എനിക്കൊന്നും അറിഞ്ഞുകൂടെ, ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിക്കാറുള്ളതെന്നൊക്കെ ചില സമയങ്ങളിൽ ഇരുന്നുകൊണ്ട് പറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആൺകുട്ടികളെയും കുഞ്ഞു കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക. ഇപ്പോഴുള്ള എല്ലാ കുട്ടികളും പുറത്തൊക്കെ പോയാണ് പഠിക്കുന്നത്. പുറത്തൊക്കെ പോയി പഠിക്കുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനും, ആൺകുട്ടികളായ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്, സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനും മറ്റുമൊക്കെ. പെൺകുട്ടികളൊക്കെ ഒരു സൈഡിൽ കൂടെ പഠിക്കും, പക്ഷെ ആൺകുട്ടികൾ അങ്ങനെയല്ല, കുറച്ചൊക്കെ ചെയ്യാൻ പറയുക. അപ്പോൾ അവർ പുറത്തൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പോൾ എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കാനും ഒക്കെ പഠിക്കും കേട്ടോ.
ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം ഏകദേശം കഴിയാറായി. ബർഗർ കഴിച്ചതോടുകൂടി നമ്മുടെ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യുകയാണ്. വേറെ വിശേഷമൊന്നുമില്ല. ഇന്നലെ ശരത്തിൻ്റെ വീഡിയോ ഒരുപാട് പേർക്ക് ഒത്തിരി ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ്, ഇഷ്ടം മീൻസ് ഇഷ്ടത്തിലുപരി സങ്കടത്തോടെയാണ് വീഡിയോ കണ്ടു. പിന്നെ അവരെയൊക്കെ കാണാൻ പറ്റിയൊരു സന്തോഷം, അതാണ് ഞാൻ ഇഷ്ടമെന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. പക്ഷെ എല്ലാവർക്കും ഭയങ്കര വിഷമത്തോടെയാണ് ആ വീഡിയോ കണ്ടതെന്നൊക്കെ പറഞ്ഞു. നമുക്കും അതേ ഒരു ഫീല് തന്നെയായിരുന്നു കേട്ടോ. ഫീലെന്ന് പറഞ്ഞാൽ ശരത്തൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻറ്റ് കൂടുതലുള്ള ഒരു വ്യക്തിയാട്ടോ. നമുക്ക് അങ്കിളെ, ആൻറ്റി, ശ്രീകുട്ടി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുമായിട്ടും ഒരു വേർതിരിവില്ലാതെ കൊച്ചു കുട്ടികളെ പോലെ ചിരിച്ച് കളിച്ച് മറിഞ്ഞ് നടക്കുന്ന ഒരാളുടെ ഒരു വിയോഗം നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ വലിയൊരു പാട് തന്നെയാണ്. അത് പറയുന്നില്ല, അതിനെപ്പറ്റി പറയണ്ട. ആർക്കെങ്കിലും കാണാൻ ആഗ്രഹമുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ പോയി കണ്ടാൽ മതി കേട്ടോ. ശരത്തിൻ്റെ ഫാമിലിയും ശരത്തിനെയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവരായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയും കാണുന്നത്. അവർ ഉറപ്പായിട്ടും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയാം. എങ്കിലും ആരെങ്കിലും പുതിയതായിട്ടുള്ളവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇവിടെ കഴിയാണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ടാറ്റാ, ബൈ ബൈ.